ഹലോ, വെൽക്കം ബാക്ക് ടു ഫിന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മളുടെ 32ാമത്തെ ദിവസമാണ് കേട്ടോ. 50 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാൻ്റെ 32ാമത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ എടുത്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പഠന രീതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാം. അപ്പോഴൊക്കെ നമ്മളുടെ ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ തിരിച്ച് ഇങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു ഉപകാരമായിട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കും വീഡിയോസ് കൂടുതൽ ഇടാനായിട്ടും അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴേ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സാധാ നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, പക്ഷേ അതുപോലെ വീഡിയോസ് ചെയ്യുന്നുവെങ്കിലും ആരും കമൻസോ അല്ലെങ്കിൽ ഒരു ലൈക്കോ ഷെയറോ അങ്ങനെയൊന്നും തരുന്നില്ലെങ്കിൽ ഭയങ്കര ഒരു മനസ്സൊക്കെ ഒരു മടുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഒരു ക്ലിക്കിൻ്റെ കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴേ നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, കൂടുതൽ വീഡിയോസ് ഇടാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ പറയാനും അങ്ങനെയൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് 32ാമത്തെ ദിവസമാണ്. നാഡീവ്യവസ്ഥയാണ് നോക്കുന്നത്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. രണ്ടോ അതിലധികമോ അവയവങ്ങൾ കൂടിച്ചേർന്ന് പരസ്പര പൂരകമായിട്ട് പ്രവർത്തിച്ച് അവയുടെ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന പ്രക്രിയയാണ് ഏകോപനം. ഏകോപനം എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ അവയവങ്ങൾ കൂടിച്ചേർന്നിട്ട് പരസ്പര പൂരകമായി പ്രവർത്തിച്ച് അവയുടെ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന പ്രക്രിയയാണ് ഏകോപനം. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണം വിശപ്പ്, ദാഹം. ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണം വിശപ്പും ദാഹവുമാണ്. ബാഹ്യവും ആന്തരികവുമായ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുവാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും കാണപ്പെടുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് ഗ്രാഹികൾ. ബാഹ്യവും ആന്തരികവുമായ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും കാണപ്പെടുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് ഗ്രാഹികൾ. നാഡീവ്യവസ്ഥയുടെ 2 വിഭാഗങ്ങളാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയും പരിധീയ നാഡീവ്യവസ്ഥയും. അപ്പം മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥയാണ് പരിധീയ നാഡീവ്യവസ്ഥ. പരിധീയ നാഡീവ്യവസ്ഥയുടെ 2 ഭാഗങ്ങളാണ് സൊമാറ്റിക് നാഡീവ്യവസ്ഥയും സ്വതന്ത്ര നാഡീവ്യവസ്ഥയും. ബോധതലത്തിലെ വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പരിധീയ നാഡീവ്യവസ്ഥയുടെ ഭാഗം സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. ബോധതലത്തിൻ്റെ വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പരിധീയ നാഡീവ്യവസ്ഥയുടെ ഭാഗം സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നും ആവേഗങ്ങളെ അസ്ഥിപേശികളിലേക്ക് കൈമാറുന്നത് സൊമാറ്റിക് നാഡീവ്യവസ്ഥയാണ്. ആവേഗങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നും അനൈച്ഛിക അവയവങ്ങളിലേക്കും ശരീരത്തിൻ്റെ മിനുസ പേശിയിലേക്കും ആവേഗങ്ങളെ പ്രേഷണം ചെയ്യുന്നത് സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ 2 ഭാഗങ്ങളാണ് സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. നട്ടെല്ലിൻ്റെ ഇരുവശത്തുള്ള ഗാഗ്ലിയോൺ നാഡീകോശ ശരീരങ്ങളുടെ കൂട്ടം, ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാന ഭാഗത്തെ ഗാഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്നതാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. അപ്പം അടിയന്തര സാഹചര്യത്തിൽ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും പ്രവർത്തിക്കുന്ന രീതി സിമ്പതറ്റിക് വ്യവസ്ഥ, പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. ഉമിനീർ ഉൽപാദനം കുറയുന്നു. ശ്വാസനാളം വികസിക്കുന്നു. ഹൃദയമിടിപ്പ് കൂടുന്നു. അപ്പോൾ നമ്മൾ പേടിക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മളുടെ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുകയാണ് ചെയ്യുക. ഒന്നും കൂടി
പേടിച്ചിങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാവരും എന്താ നീ കണ്ണുരുട്ടി നോക്കണമെന്ന് ചോദിക്കണ കേട്ടിട്ടില്ലേ? അപ്പം അതുപോലെ തന്നെ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, ഉമിനീർ ഉൽപ്പാദനം, വായിലെ വെള്ളമൊക്കെ നമ്മൾ വറ്റിപ്പോവും അല്ലേ. പിന്നെ ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, ഗ്ലൈക്കോജനെ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ആക്കുന്നു, ഉടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ഇനി പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലാണെങ്കിൽ കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു, ശ്വാസനാളം സങ്കോചിക്കുന്നു, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു, ഉടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു, ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു. ഇനി നാഡീകോശമാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം. മറ്റു കോശങ്ങളിൽ നിന്നും നാഡീകോശത്തെ സവിശേഷത സ്വയം വിഭജിക്കാൻ ശേഷിയില്ല. നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ കോശശരീരം, ആക്സോണൈറ്റ്, ഡെൻഡ്രൈറ്റ്, സിനാപ്റ്റിക് നോബ്, ശ്വാൻ കോശം. നാഡികളിലൂടെ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് ആവേഗങ്ങൾ. ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന മൈലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ തിളങ്ങുന്ന വെള്ള നിറത്തിലുള്ള സ്ഥലമാണ് മൈലിൻ ഷീത്ത്. അപ്പം ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന മൈലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ തിളങ്ങുന്ന വെള്ളനിറമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈലിൻ ഷീത്താണ്. മൈലിൻ ഷീത്തിൽ ഇടയ്ക്കിടെ കാണപ്പെടുന്ന വിടവുകൾ അറിയപ്പെടുന്നത് നോഡ്സ് ഓഫ് റാൻവിയർ എന്നാണ്. ഡെൻഡ്രോണിനെ ശാഖകൾ, അപ്പം അവിടെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഡെൻഡ്രോണിൻ്റെ ശാഖകൾ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് നിസിൽ തരികൾ കാണപ്പെടുന്നു. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു വേരുകൾ പോലെയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് നിസിൽ തരികൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. ഇനി ഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വേര് പോലെയുള്ള അതിൻ്റെ താഴെ അല്ലേ. അപ്പം കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ്. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നു? കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഡെൻഡ്രോൺ ആണെന്ന് ഓർത്തു വെക്കുക. ഇനി ശ്വാൻ കോശമാണ്. ആക്സോണിനെ വലയം ചെയ്യുന്നു. ശ്വാൻ കോശം എന്ത് ചെയ്യുന്നു? ആക്സോണിനെ വലയം ചെയ്യുന്നു. ആക്സോൺ എന്താണെന്ന് നോക്കാം. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. അപ്പം നീളം കുറഞ്ഞ തന്തു ഏതാണ്? അത് ഡെൻഡ്രോൺ ആണ്. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആരാണ്? അത് ആക്സോൺ ആണ്. എന്നാൽ ഡെൻഡ്രോൺ ചെയ്യുന്നത് എന്താണ്? ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ. ഇനി ആക്സോണിൻ്റെ ശാഖകൾ ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. അപ്പം ആക്സോണിൻ്റെ ശാഖകൾ ആണ് ഈ ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. അവ എന്താ ചെയ്യുന്നത്? ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. സിനാപ്റ്റിക് നോബ് എന്താണ്? ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. നാഡീയ പ്രേക്ഷണം സ്രവിക്കുന്നത് ഈ സിനാപ്റ്റിക് നോബിലാണ്. ഇനി മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം നോക്കാം. ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായിട്ട് വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക. നാഡികളിലെ മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ട കോശങ്ങളാണ് ശ്വാൻ കോശങ്ങൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ ആണ്. മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. ഗ്രേ മാറ്റർ ആണ്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗം സിനാപ്സ് ആണ്.
ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് സിനാപ്സ്. ഉദ്ദീപനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കളാണ് നാഡീയ പ്രേക്ഷകങ്ങൾ. സിനാപ്സിൽ നാഡീയ പ്രേക്ഷകമായി പ്രവർത്തിക്കുന്ന രാസവസ്തുക്കൾക്ക് ഉദാഹരണം അസൈറ്റൈൽ കോളിനാണ്. സിനാപ്റ്റിക് നോബിൽ നിന്നാണ് അസറ്റൈൽ കോളിൻ ശ്രമിക്കപ്പെടുന്നത്, ഡോപ്പമിൻ എന്നിവ. ഇനി ന്യൂറോണിനും പേശീകോശത്തിനും ഇടയിലെ നാഡീയ പ്രേക്ഷകം അസറ്റൈൽ കോളിനാണ്. നാഡീകോശത്തിൻ്റെ പ്ലാസ്മ സ്തരത്തിൽ ബാഹ്യഭാഗത്തെ ചാർജ് പോസിറ്റീവാണ്. നാഡികൾ നിർമ്മിതമായിരിക്കുന്നത് നാഡീതന്തുക്കൾ കൊണ്ടാണ്, ആക്സോണുകൾ കൊണ്ട്. നാഡികൾ യോജക കലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നാഡീതന്തുക്കളുടെ കൂട്ടം ഗാംഗ്ലിയോണാണ്. നാഡീതന്തുക്കളുടെ കൂട്ടമാണ് ഗാംഗ്ലിയോണ്. 3 തരത്തിലുള്ള നാഡികളാണ്: സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡിയാണ് സംവേദനാഡി. സംവേദനാഡി തന്തുക്കൾ ചേർന്ന് ഉണ്ടാകുന്നു. നാഡികൾക്ക് ഉദാഹരണങ്ങൾ നേത്രനാഡി, വെസ്റ്റിബ്യൂളോ കോക്ലിയർ നാഡി. 8ാം ശിരോനാഡിയാണ് വെസ്റ്റിബ്യൂളോ കോക്ലിയർ നാഡി. ഓൾഫാക്ടറി നാഡി 1ാം ശിരോനാഡിയാണ് ഓൾഫാക്ടറി നാഡി. മസ്തിഷ്കം, സുഷുമ്ന എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡിയാണ് പ്രേരകനാഡി. പ്രേരകനാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. പ്രേരകനാഡികൾക്ക് ഉദാഹരണങ്ങൾ ആക്സസറി നാഡി 11ാം ശിരോനാഡി, ഹൈപ്പോഗ്ലോസൽ നാഡി 12ാം ശിരോനാഡി. തലച്ചോറ്, സുഷുമ്ന എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാകുന്ന നാഡിയാണ് സമ്മിശ്ര നാഡി. സംവേദ നാഡീതന്തുക്കളും പ്രേരകനാഡീതന്തുക്കളും ചേർന്നുണ്ടാകുന്നു. സമ്മിശ്ര നാഡികൾക്ക് ഉദാഹരണം വാഗസ് നാഡി 10ാം ശിരോനാഡി. സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡിയാണ് സയാറ്റിക് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡിയാണ് വാഗസ് നാഡി. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓക്കുലോർ മോട്ടോർ നാഡി. ശരീരതുലനാ നിലയുമായി ബന്ധപ്പെട്ട നാഡിയാണ് വെസ്റ്റിബ്യുലാർ നാഡി. മസ്തിഷ്കം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ്. മസ്തിഷ്കം നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാഗം 1.3 to 1.4 കിലോഗ്രാം വരെയാണ്. 1300 അല്ലെങ്കിൽ 1400 ഗ്രാം വരെയാണ്. മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സാണ്. 8 വയസ്സ്. തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം, ക്രേനിയം. കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണം മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിനുള്ളിലെ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്കത്തെ 3 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. പൂർവ്വ മസ്തിഷ്കം ഭാഗങ്ങൾ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മധ്യമ മസ്തിഷ്കം, പിൻമസ്തിഷ്കം. പിൻമസ്തിഷ്കത്തിലെ ഭാഗങ്ങൾ പോൺസ്, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇനി സെറിബ്രമാണ്. സെറിബ്രത്തിലെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. ഇനി മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ചാരനിറത്തിലുള്ള ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്നു. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്ന ബാഹ്യഭാഗമാണ് കോർട്ടക്സ്. കോർട്ടക്സ് ആണ് ചാരനിറം. ചാരനിറത്തിലുള്ളത് ഗ്രേ മാറ്റർ. ചാരനിറമുള്ള ഗ്രേ മാറ്ററാണ് കോർട്ടക്സ്. സെറിബ്രത്തിൻ്റെ വെളുത്ത നിറമുള്ള വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്ന ആന്തരഭാഗമാണ് മെഡുല. മെഡുലയാണ് വൈറ്റ് മാറ്റർ, വെളുത്ത നിറമുള്ള വൈറ്റ് മാറ്റർ. ഇനി ഗ്രേ മാറ്റർ എന്ന് പറയുമ്പോൾ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറുപ്പിൽ വരും അല്ലേ. കോർട്ടക്സ് എന്ന് പറയുമ്പോൾ കറുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ കോർട്ടക്സ് എന്ന് ഓർത്ത് വെക്കുക ജസ്റ്റ്. എന്നിട്ട് അപ്പോൾ ഗ്രേ മാറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി വെളുത്ത നിറമുള്ള വൈറ്റ് മാറ്റർ ആണെങ്കിൽ അത് മെഡുലയാണെന്നും ഓർത്ത് വെക്കുക.
അപ്പോൾ കറുപ്പിൽ കായ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ ഓർത്താൽ മതി. പിന്നെ വേറെ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. സെറിബ്രത്തിൻ്റെ ഇടതുഭാഗത്ത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. സെറിബ്രത്തിൻ്റെ ഇടത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ വലത് ഭാഗത്തെയാണ്. സെറിബ്രത്തിൻ്റെ വലത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെ. തലയ്ക്ക് ക്ഷതമേറ്റ ആളുടെ സംസാരശേഷി തകരാറിലാകാൻ കാരണം സെറിബ്രത്തിന് കേടുപറ്റിയത്. സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ട സെറിബ്രത്തിൻ്റെ ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. സെറിബെല്ലം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിലെ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം സെറിബെല്ലമാണ്. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രക്ഷണത്തിൻ്റെ ഉൽപ്പാദനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത്? GABA, ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റ സെറിബ്രത്തിൻ്റെ ചുവടെ സെറിബ്രത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം, ആമാശയരസങ്ങളുടെ ശ്രവണം എന്നിവയെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല ഒബ്ലാങ്കേറ്റയിൽ ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. തലാമസ് സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം തലാമസ് ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രധാനമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നും ഉള്ള ആവേഗങ്ങളെ പുനഃപ്രസരണ കേന്ദ്രം തലാമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്നു തലാമസ്. ഹൈപ്പോ തലാമസ് ആന്തരിക സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. സെറിബ്രൽ അർദ്ധഗോളങ്ങളുടെ ആന്തരഭാഗങ്ങളും അമിഗ്ദല, ഹിപ്പോ ക്യാമ്പസ് എന്നീ ഭാഗങ്ങളും കൂടിച്ചേർന്ന് ഉണ്ടാകുന്നത് സങ്കീർണമായ ലിംബിക ലോബ് അഥവാ ലിംബിക വ്യവസ്ഥ. ലിംബിക വ്യവസ്ഥയുടെ ധർമ്മം ഹൈപ്പോ തലാമസിനോടൊപ്പം ലിംബിക വ്യവസ്ഥയും ലൈംഗിക പെരുമാറ്റം, വൈകാരിക പ്രകടനങ്ങൾ, ഉത്കണ്ഠ, സന്തോഷം, രോഷം, ഭയം, പ്രചോദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ: മനുഷ്യനിൽ ആന്തരിക സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോ തലാമസ് ആണ്. സുഷുമ്ന മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണുന്ന ഭാഗമാണ് സുഷുമ്ന. സുഷുമ്നയിൽ നിന്നും ഉത്ഭവിക്കുന്ന നാഡികളാണ് 31 ജോഡി. സുഷുമ്നയുടെ നീളം 45 സെൻറ്റിമീറ്റർ ആണ്. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ്. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് സംവഹനം ചെയ്യുന്നത് സുഷുമ്നയാണ്. സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിലെ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. എന്നാൽ പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിലെ നിന്നും പുറത്തു പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. റിഫ്ലക്ഷൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്നയാണ്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായിട്ട്
ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് സെറിബ്രൽ റിഫ്ലക്സ് ആണ്. കണ്ണിലെ പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലക്സ് ആണ്. മദ്യവും റിഫ്ലക്സും. മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രക്ഷണത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. ശരീരത്തിൽ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡിൻ്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുകയും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിന് തടസ്സമാവുകയും ചെയ്യുന്നു. പ്രധാനമായിട്ടും റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി സുഷുമ്നയാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകൾ അറിയപ്പെടുന്നത് സ്പൈനൽ റിഫ്ലക്സ്. നാഡീവൈകല്യങ്ങൾ. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിലെ രക്തം കട്ടപിടിക്കുന്നത് മൂലം അതിലൂടെ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായുണ്ടാകുന്ന രക്തപ്രവാഹം സെറിബ്രൽ ഹെമറേജ്. പക്ഷാഘാതത്തിലുള്ള കാരണങ്ങൾ സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജുമാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പോളിയോമെലിറ്റിസ്. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുത്തുകയോ പ്രതികരണശേഷി ഇല്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് തളർവാദം, പാരാലിസിസ്. പേവിഷബാധ ബാധിക്കുന്ന നാഡീവ്യൂഹമാണ് കേന്ദ്ര നാഡീവ്യൂഹം. മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കളാണ് വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ, ഫംഗസ്. മെനിഞ്ചൈറ്റിസിന് രോഗനിർണയത്തിനുള്ള പരിശോധന CSF പരിശോധന. CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോപഗ്നോസിയ. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിൻ്റെ തകരാറ് ഡിസ്ലെക്സിയാണ്. 2020 മാർച്ചിൽ തലച്ചോറിനെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന വീക്കം ചികിത്സിക്കുന്നതിൽ ഉപയോഗിച്ച സെൻ്റാണ് ചിത്ര ഫ്ലോ ഡസ് വാട്ടർ വികസിപ്പിച്ചത്. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം. രോഗം, കാരണം, ലക്ഷണം. അൾഷിമേഴ്സ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. ന്യൂറോണുകൾ നശിക്കുന്നു. അൾഷിമേഴ്സ് സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നു. അൾഷിമേഴ്സ് രോഗത്തിൻ്റെ കാരണങ്ങളിലൊന്നായിട്ടുള്ള ശരീരത്തിൽ അലുമിനിയത്തിൻ്റെ അളവ് സാന്നിധ്യമാണ്. ലക്ഷണം: കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. ഇനി പാർക്കിൻസൺസ് ആണ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാഗ്ലിയോണുകളുടെ നാശം മൂലം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രക്ഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. പാർക്കിൻസൺസ് രോഗം ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നു. ശരീരതുലന നില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്നും ഉമിനീർ ഒഴുക്കുക. അപസ്മാരം എപ്പിലെപ്സിയാണ്. തലച്ചോറിൽ തുടർച്ചയായിട്ട് ക്രമരഹിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നിവായിൽ നിന്നും നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കാൻ തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുന്നു. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത. ഉദ്ദീപനം: കാലിൽ മുള്ളുകൊള്ളുന്നു. ഗ്രാഹി ആവേഗങ്ങൾ രൂപപ്പെടുന്നു. സംവേദനാഡി ആവേഗങ്ങൾ സുഷുമ്നയിൽ എത്തിക്കുന്നു. ഇന്റർ ന്യൂറോൺ സംവേദ ആവേഗങ്ങൾക്കനുസൃതമായിട്ട് വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നു. പ്രേരകനാഡി സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നു. ബന്ധപ്പെട്ട പേശി പ്രവർത്തനത്താൽ ശരീരഭാഗം പിൻവലിക്കുന്നു, കാൽ പിൻവലിക്കുന്നു. ഇനി നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് CT സ്കാനും MRI സ്കാനും EEGയും. CT സ്കാന് കമ്പ്യൂട്ടേഡ് ടോമോഗ്രാഫി സ്കാനറാണ്. CT സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡാണ്. CT സ്കാന് ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡാണ്. MRI സ്കാന് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. MRI സ്കാൻ കണ്ടുപിടിച്ചത് റെയ്മണ്ട് ഡമാഡിയൻ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത് MRI സ്കാന്. ഇനി EEG ഇലക്ട്രോ എൻസെഫലോഗ്രാമാണ്. EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബെർജർ ആണ്. PET സ്കാന് പോസിട്രോൺ എമിഗ്രേഷൻ ടോമോഗ്രാഫി മസ്തിഷ്ക പരിശോധനകൾക്കായിട്ട് ഉപയോഗിക്കുന്നു. SCERT ക്വസ്റ്റ്യൻ ബോൾ നോക്കാം. ആവേഗങ്ങൾ വൈദ്യുത പ്രവാഹമായാണ് സഞ്ചരിക്കുന്നത്. ഈ പ്രസ്താവനകളെ ന്യായീകരിക്കുന്ന തെളിവുകൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഇപ്പം എയും ബിയുമാണ്. പ്ലാസ്മ സ്തരത്തിലെ ചാർജ് വ്യതിയാനമാണ് ആവേഗമായിട്ട് മാറുന്നത്. പ്ലാസ്മ സ്തരത്തിൽ നിലനിൽക്കുന്ന അയോണുകളുടെ വിന്യാസത്തിലെ വ്യത്യാസമാണ് ആവേഗമായിട്ട് മാറുന്നത്. അയോണുകളുടെ സന്തുലിതാവസ്ഥയാണ് ആവേഗമായിട്ട് മാറുന്നത്. അത് അല്ല അല്ലേ.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എയും എ ബി എന്നീ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ വിശദീകരണം കണ്ടെത്തുക. അപ്പോൾ പ്രസ്താവന എ, മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ നശിക്കുന്നത് കൊണ്ട് അൾഷിമേഴ്സ് ഉണ്ടാകുന്നു. പ്രസ്താവന ബി, അൾഷിമേഴ്സ് രോഗിയുടെ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അപ്പം എ ബി പ്രസ്താവനകൾ ശരിയും ബി പ്രസ്താവന എയുടെ കാരണവുമാണ്. ഇനി സുഷുമ്ന നാഡികൾ എല്ലാം വ്യക്തമായ ഡോർസൽ വെൻട്രൽ റൂട്ടുകൾ കൂടിച്ചേർന്നുണ്ടായവയാണ്. അതിൽ വെൻട്രൽ റൂട്ട് നിർമ്മിച്ചിരിക്കുന്നത് പ്രേരക നാഡീ തന്തുക്കൾ കൊണ്ടാണ്. ഇനി ഒറ്റപ്പെട്ടത് ഏതെന്ന് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതുക. സ്പർശം, ശബ്ദം, ഗന്ധം, ദാഹം മറ്റുള്ള ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തതായിട്ട് പഠനതന്ത്രങ്ങളാണ് സൈക്കോളജിയിലെ. പഠനതന്ത്രങ്ങൾ വിവിധ തരം പഠനതന്ത്രങ്ങളാണ്. സംവേദാത്മക പഠനതന്ത്രം, ഗവേഷണാത്മക പഠനതന്ത്രം, നിർമ്മാണാത്മക പഠനതന്ത്രം, സർഗാത്മകത പഠനതന്ത്രം, വ്യക്തിഗത പഠനം, സംഘപഠനതന്ത്രങ്ങൾ. സംവേദാത്മക പഠനതന്ത്രത്തിൽ വരുന്നത് പ്രൈമറി ക്ലാസുകളിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന പഠനതന്ത്രമാണ് സംവാദാത്മക പഠനതന്ത്രം. ചർച്ച, ഒരു നിശ്ചിത ലക്ഷ്യം നേടുന്നതിന് ആശയങ്ങളും വിവരങ്ങളും മുഖാമുഖം കൈമാറുന്ന പ്രക്രിയയാണ് ചർച്ച. രണ്ടു തരം ചർച്ചകളുണ്ട്, ഔപചാരികവും അനൗപചാരികവും. ക്ലാസ് മുറികളിൽ സാധാരണ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളാണ് അനൗപചാരിക ചർച്ചകൾ. സംവാദം, പാനൽ ചർച്ചകൾ, സെമിനാർ, സിമ്പോസിയം എന്നിവ ഔപചാരിക ചർച്ചാരൂപങ്ങളാണ്. സംവാദം, രണ്ടോ അതിലധികമോ പഠിതാക്കൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ യുക്തിസഹമായി അവതരിപ്പിക്കുന്ന ചർച്ചാരൂപമാണ് സംവാദം. കുട്ടികളെ പ്രചോദിപ്പിക്കുകയും ശേഷി വികാസത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ആശയവിനിമയ രീതിയാണ് സംവാദം. കുട്ടികളിൽ വിമർശന ചിന്ത വളർത്തുന്നതിനും ഒരു വിഷയത്തിൻ്റെ വിവിധ കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്യുവാനും പ്രാപ്തമാക്കുന്ന പഠനതന്ത്രമാണ് സംവാദം. പഠിതാവിൻ്റെ തദ്ദേശീയ വിനിമയ ശേഷി വർദ്ധിപ്പിക്കുവാനും പ്രതിപക്ഷ ബഹുമാനം വളർത്തുവാനും സഹായിക്കുന്ന പഠനതന്ത്രമാണ് സംവാദം. സെമിനാർ, ആശയങ്ങളുടെ വിശകലനത്തിനും വിശദീകരണത്തിനും സഹായിക്കുന്ന ഒരു നൂതന പഠനതന്ത്രമാണ് സെമിനാർ. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിഷയത്തിൽ ഒന്നോ അതിൽ കൂടുതൽ പഠിതാക്കൾ പ്രബന്ധം തയ്യാറാക്കുകയും മോഡറേറ്ററുടെയും മറ്റു സഹായ പഠിതാക്കളുടെയും മുന്നിൽ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഗവേഷണ പഠനതന്ത്രങ്ങൾ വിവരങ്ങളുടെയും വസ്തുക്കളുടെയും അടിസ്ഥാനത്തിൽ യുക്തിസഹമായി ചിന്തിച്ച് പ്രശ്നം പരിഹരിക്കുന്ന തന്ത്രമാണ്. പ്രോജക്റ്റ് ഒരു പഠന രീതിയായും പഠനതന്ത്രമായും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അധ്യാപക പഠന ലക്ഷ്യം നിശ്ചയിക്കുകയും പഠിതാവ് പഠന വിഷയം ആഴത്തിൽ പഠിക്കുകയും സമയബന്ധിതമായിട്ട് തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രോജക്റ്റ് രീതി പ്രായോഗികവാദ ദർശനത്തിൻ്റെ ഭാഗമാണ്. ബോധനരംഗത്ത് ആദ്യമായി പ്രോജക്റ്റ് രീതി ഉപയോഗപ്പെടുത്തിയത് ജോൺ ഡൂയിയാണ്. നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ പഠിതാവിൻ്റെ ശാരീരികമായിട്ടുള്ള ശേഷി ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന പഠനമാണ് നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ. ഉദാഹരണങ്ങൾ, മോഡലുകളുടെ നിർമ്മാണം, രൂപങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മിതി, ICT പ്രയോജനപ്പെടുത്തി തയ്യാറാക്കുന്ന സാമഗ്രികൾ. നിർമ്മാണാത്മക പഠനതന്ത്രത്തിൻ്റെ മികവുകൾ: പഠിതാവിൻ്റെ ഏകാഗ്രതയോടെയുള്ള പ്രവർത്തനം ഉറപ്പാക്കുന്നു. പഠനത്തിൽ ഭാഗമായി മൂർത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നു. ആത്മവിശ്വാസവും ആനന്ദവും ലഭിക്കുന്നു. സർഗാത്മക പഠനതന്ത്രങ്ങൾ പഠന പ്രക്രിയയുടെ ഭാഗമായി സർഗാത്മക പ്രവർത്തനങ്ങൾക്കൊരിടം നൽകുന്ന തന്ത്രമാണ് സർഗാത്മകത പഠനതന്ത്രം. സർഗാത്മക പഠനതന്ത്രങ്ങൾക്ക് ഉദാഹരണങ്ങൾ: പാഠഭാഗങ്ങൾ, ആശയം നാടകമാക്കൽ, റോൾ പ്ലേ, പാവനാടകം, സംഗീതാവിഷ്കാരം, ചിത്രവൽക്കരണം, നൃത്താവിഷ്കാരം, ശില്പശാലകൾ. താളാത്മകമായി ശബ്ദമുണ്ടാക്കുവാനും അവയവങ്ങൾ യാഥേഷ്ടം ചലിപ്പിക്കുവാനും കഴിയുന്നതിനായി പ്രൈമറി പഠിതാക്കൾക്ക് നൽകാവുന്ന ഒരു പ്രവർത്തനമാണ് അഭിനയഗാനം. ഇനി അഞ്ചാമത്തത് വ്യക്തിഗത പഠനമാണ്. വ്യക്തിഗത പഠനത്തിന് തുടക്കം കുറിച്ചത് ഫ്രോബലാണ്. ജർമ്മൻ ബോധനരീതി ശാസ്ത്രജ്ഞനാണ്. സ്വയം പഠിച്ചു മുന്നേറാൻ സാധിക്കുന്നവർക്ക് അവസരം നൽകാൻ വ്യക്തിഗത പഠനം സഹായിക്കുന്നു. സ്വയം വായിച്ച് ആശയം ഗ്രഹിക്കൽ, റഫറൻസിംഗ്, വായിച്ച് കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയവ വ്യക്തിഗത പഠനത്തിന് സാധ്യമാകുന്നു. സംഘപഠനതന്ത്രങ്ങൾ സംഘപഠനങ്ങളിലൂടെ അർത്ഥപൂർണമായിട്ടുള്ള പഠനം പൂർത്തിയാക്കുന്നതിനും യുക്തിഭദ്രമായി പ്രശ്നങ്ങൾ പരിഹാരം കാണുവാനും സഹായിക്കുന്ന പഠനതന്ത്രങ്ങളാണ് സംഘപഠനതന്ത്രങ്ങൾ. സംഘപഠനതന്ത്രങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം: സമസംഘപഠനം, സഹകരണാത്മക പഠനം, സഹവർത്തിത പഠനം. സമസംഘപഠനം: സമാന താൽപ്പര്യമുള്ള രണ്ട് പഠിതാക്കളുടെ സംഘം അവർ ഒരു നിശ്ചിത പഠന ലക്ഷ്യം നേടുന്നതിന് പരസ്പരം ചർച്ചകൾ, സംവാദങ്ങൾ എന്നിവ നടത്തുന്ന പ്രക്രിയയാണ് സമസംഘപഠനം. സഹകരണാത്മക പഠനം: ക്ലാസ് മുറികളിലെ അക്കാദമികവും സാമൂഹികവുമായ
വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പഠന സംവിധാനമാണ് സഹകരണാത്മക പഠനം. സഹകരണാത്മക പഠനത്തിൻ്റെ മികവുകൾ പഠന സംഘത്തെ വികസിപ്പിക്കുന്നതിനും ബഹുസ്വരത വളർത്തുന്നതിനും സഹായിക്കുന്നു. പഠന വിഷയങ്ങളിലേക്കുള്ള നൈപുണ്യവും പരസ്പരം പങ്കുവയ്ക്കലിലൂടെ മൂല്യവും മനസ്സിലാക്കാൻ കഴിയും. സഹകരണാത്മക പഠനത്തിൻ്റെ പഠിതാക്കൾ പരസ്പരം ക്രിയാത്മക ചർച്ചകൾ നടത്തുകയും പഠിക്കാനുള്ളവ ഒന്നിച്ച് പഠിക്കുകയും ചെയ്യുന്നു. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സഹപഠിതാക്കളുടെ ചെറുസംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? സഹകരണാത്മക പഠനം. സഹവർത്തിത പഠനം. രണ്ടോ അതിലധികമോ അംഗങ്ങളുള്ള സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾച്ചേരുന്ന പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത പഠനം. സഹവർത്തിത്വ പഠനം. വ്യക്തിഗത പഠനത്തേക്കാൾ സഹവർത്തിത്വ പഠനത്തിലൂടെ ആർജിക്കുന്ന വിവരം ദീർഘകാലം പഠിതാവിൽ നിലനിൽക്കും. സഹവർത്തിത്വ പഠനത്തിൻ്റെ മികവുകൾ ചിന്താശേഷി, ഓർമ്മശക്തി, ആത്മവിശ്വാസം, ഭാഷണശേഷി, സാമൂഹ്യ ഇടപെടൽ ശേഷി, വ്യക്ത്യാന്തര ബന്ധം എന്നിവ വികസിക്കുന്നു. വിമർശനാത്മക ചിന്ത ഉദ്ദീപിക്കുകയും ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ആശയവ്യക്തത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രശ്നപരിഹരണത്തിന് നൂതനമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നു. ജ്ഞാനനിർമ്മിതിവാദവും സമീപനവുമായി യോജിച്ചു പോകുന്നു. പഠിതാക്കൾക്ക് പരസ്പരം സഹായിക്കുവാനും വികസിക്കുവാനും ഉത്തരവാദിത്തമുണ്ടാകുന്നു. പഠനശൈലിയിലുള്ള വ്യത്യാസം അഭിസംബോധന ചെയ്യുകയും നൂതന പഠന രീതികളും തന്ത്രങ്ങളും വികസിപ്പിക്കുകയും ചെയ്യുന്നു. സംഘപഠനത്തിനായി പഠിതാക്കൾ ഉണ്ടായിരിക്കേണ്ട ശേഷികൾ: പങ്കുവയ്ക്കാനുള്ള ശേഷി, പങ്കാളിത്ത ശേഷി, ആശയവിനിമയ ശേഷികൾ, ശ്രവണശേഷികൾ. സഹകരണാത്മക പഠനം, സഹവർത്തിത്വ പഠനം. സഹകരണാത്മക പഠനത്തിൽ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെറിയ സംഘങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഒരു സംഘം പഠിതാക്കൾ ഒത്തൊരുമിച്ചിട്ട് ഒരു ലക്ഷ്യത്തിനായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് സഹവർത്തിത്വ പഠനം എന്ന് പറയുന്നത്. കുട്ടികൾ സങ്കര സംഘങ്ങൾ ആകുന്നു എന്നത് സഹകരണാത്മക പഠനത്തിൽ വരുന്നതാണ്. കുട്ടികളെ സങ്കര സംഘങ്ങൾ ആക്കുന്നു. ഈ സങ്കര സംഘം ഒരു പൊതു ലക്ഷ്യത്തിനായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് സഹവർത്തിത്വ പഠനമാണ്. പഠന ആശയങ്ങളെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും എല്ലാവർക്കും ഒരുപോലെ ധാരണയുണ്ടാകും. സഹകരണാത്മക പഠനത്തിൽ സഹവർത്തിത്വ പഠനത്തിൽ താൻ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം ധാരണയുണ്ടാകും. ഇനി സഹകരണാത്മക പഠനത്തിൽ അധ്യാപകനും കുട്ടികളും തമ്മിൽ അറിവും അധികാരവും പങ്കുവയ്ക്കുന്നു. സഹവർത്തിത്വ പഠനത്തിൽ അധ്യാപകൻ ഒരു സഹായി എന്ന നിലയിൽ മാത്രം പ്രവർത്തിക്കുന്നു. സഹകരണാത്മക പഠനത്തിൽ പഠന ലക്ഷ്യം, ചുമതല എന്നിവ നിശ്ചയിക്കുന്നതിന് പഠിതാക്കൾ കൂടി അവസരം ലഭിക്കുന്നു. സഹവർത്തിത്വ പഠനത്തിൽ പഠന ലക്ഷ്യവും ചുമതലയും അധ്യാപകൻ നിർവഹിക്കും. അടുത്തത് നവോത്ഥാനമാണ്. അതിൽ സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ നോക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ. ജനനം 1889 ഓഗസ്റ്റ് 21. ജന്മസ്ഥലം ചേറായി, എറണാകുളം. വീട്ടുപേര് കുമ്പളത്തുപറമ്പിൽ. പിതാവ് കൊച്ചാവു വൈദ്യർ, മാതാവ് ഉണ്ണൂലി. പത്നി പാർവതി അയ്യപ്പൻ. മരണം 1968 മാർച്ച് 8. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിൻ്റെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ്. അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928 തെക്കേ ഏഴവ നിയോജക മണ്ഡലത്തിൽ നിന്ന്. സഹോദരൻ അയ്യപ്പൻ്റെ ആദ്യകാല രാഷ്ട്രീയ പാർട്ടി നാഷണലിസ്റ്റ് പാർട്ടിയാണ്. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച തൊഴിലാളി സംഘടന ആദിവൈപ്പിൻ തൊഴിലാളി സംഘം. കർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് സഹോദരൻ അയ്യപ്പനാണ്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തു. ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. സഹോ എന്ന് പറയുമ്പം എന്താണ്? സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. സഹോ എന്ന് പറയുമ്പം വേണ്ട 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 സഹോ, വേണ്ട സഹോ എന്നോർത്ത് വെക്കുക. അത്രയും കൂടെ അറിയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താൻ ഹിന്ദുമതം എന്ന് പ്രസ്താവിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പം ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് സഹോദരൻ അയ്യപ്പനാണെങ്കിൽ ജാതി ഒന്ന്
മതം ഒന്ന്, കുലം ഒന്ന്. ആ ഒന്ന് 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 എന്ന് പറഞ്ഞിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളാണല്ലോ ഒന്നാമത്തെ നവോത്ഥാന നായകനായിട്ടുള്ളത്. അപ്പം ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികളാണെന്ന് ഓർത്തു വെക്കുക. പിന്നെ വേണ്ട 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 സഹോ വേണ്ട സഹോ എന്ന് പറഞ്ഞിട്ടുള്ളത് സഹോദരൻ അയ്യപ്പനാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി വിധിക്കുന്നു സ്ഥാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആരാണ്? അതും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. ഇനി യുക്തിവാദി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായിട്ട് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുക്തിവാദി. യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928 അത് സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ചോദിച്ചാലും ഈ വർഷം തന്നെയാണ് കേട്ടോ. ഇപ്പം യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതില്ലാതൊരക്ഷരവും ലോകവിജ്ഞാന രാശിയിൽ അല്ലേ. സഹോദര സംഘം സ്ഥാപകൻ സഹോദരൻ അയ്യപ്പനാണ്. 1917 സ്ഥാപിതമായ വർഷം. സഹോദര സംഘത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മിശ്രവിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണമാണ്. സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി രക്ഷാ സദഹനം. സഹോദര സംഘത്തിൻ്റെ മുഖപത്രം ചോദിച്ചാൽ സഹോദരനാണ്. 1917 സഹോദരൻ. മനുഷ്യരെല്ലാം സഹോദരങ്ങളാകുന്നു എന്ന പ്രഥമവാക്യത്തോടെ അച്ചടിച്ചിരുന്ന മാഗസിനായിരുന്നു സഹോദരൻ എന്ന പത്രം ആരംഭിച്ച സ്ഥലം മട്ടാഞ്ചേരിയിൽ നിന്നാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവായിട്ടുള്ള ലെനിനെ കുറിച്ച് ആദ്യമായിട്ട് ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് സഹോദരൻ. മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചേറായിയാണ്. മിശ്രഭോജനത്തിൽ പങ്കെടുത്തവരെ ആട്യന്മാർ വിളിച്ചിരുന്നത് പുലച്ചോലന്മാർ. പിൽക്കാലത്ത് പൊതുസമൂഹങ്ങളിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് മിശ്രഭോജനമാണ്. ഇഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. പരിഷ്കാരങ്ങൾ. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകി. സഹോദര സംഘം 1917 ശ്രീനാരായണ സേവിക സമാജം എന്നിവയുടെ സ്ഥാപകനാണ്. അശരണരും അംഗഭംഗം സംഭവിച്ചതുമായിട്ടുള്ള വനിതകൾക്കായിട്ട് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച അഭയമന്ദിരമാണ് ശാന്തി മന്ദിരം. അനാഥ കുട്ടികളുടെ അഭയത്തിനായി സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചിട്ടുള്ള മന്ദിരം ആനന്ദഭവനമാണ്. കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നല്ല ആനന്ദമായിരിക്കുമല്ലോ. അപ്പം ആനന്ദഭവനമാണ്. സ്ത്രീകൾക്കാണെങ്കിലോ ശാന്തി മന്ദിരമാണ്. ഒരു സ്ത്രീയുടെ പേരാണ് ശാന്തി എന്നുള്ളത്. അപ്പോൾ ശാന്തി മന്ദിരം. ആനന്ദം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആനന്ദമാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ കുട്ടികൾക്കായിട്ട് ആനന്ദഭവനം. കൊച്ചി രാജ്യത്ത് ഉത്തരവാദ ഭരണവും പ്രായപൂർത്തി വോട്ടവകാശവും നേടിയെടുക്കാൻ അക്ഷീണം പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. എറണാകുളത്തെ MG റോഡിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ്. SNDP യോഗം പ്രസിഡന്റായിട്ട് സഹോദരൻ അയ്യപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1940. സഹോദരൻ അയ്യപ്പൻ റോഡ് സ്ഥിതി ചെയ്യുന്നത് വൈറ്റിലയാണ്, എറണാകുളം. കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ചത് സഹോദരൻ അയ്യപ്പനെയാണ്. 1948 സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നിയോജക മണ്ഡലം പള്ളിപ്പുറമാണ്. 1948 കൊച്ചി മന്ത്രിസഭയിൽ സഹോദരൻ അയ്യപ്പൻ കൈകാര്യം ചെയ്ത വകുപ്പ് പൊതുമരാമത്താണ്. സഹോദരൻ അയ്യപ്പൻ തിരുക്കൊച്ചി മന്ത്രിസഭാംഗമായ വർഷം 1949. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കിയും തൊഴിലാളി ക്ഷേമം മുൻനിർത്തിയും സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേറായിയാണ്. സഹോദരൻ അയ്യപ്പൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയാണ്. സഹോദരൻ അയ്യപ്പൻ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂത്തോട്ട, എറണാകുളം. പത്രപ്രവർത്തനത്തിനുള്ള സഹോദരൻ്റെ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി P. സുജാതനാണ്. 2013. സഹോദരൻ K. അയ്യപ്പൻ എന്ന പുസ്തകം രചിച്ചത് MK സാനുവാണ്. പ്രധാന കൃതികൾ: റാണി സന്ദേശം, അഹല്യ, പരിവർത്തനം, കിളിപ്പാട്ട്, വിശ്വവിജ്ഞാനകോശം, ഉജ്ജീവനം, സയൻസ് ദശകം. ഉത്തേജനം പദ്യകൃതിയാണ്. കാശി മഹാത്മ്യം, ദേവജാത, സിദ്ധമർമ്മമാല. മാവേലി നാടുവാണിയിടും കാലം എന്ന കവിതയുടെ രചയിതാവ് സഹോദരൻ അയ്യപ്പനാണ്. ഇയവോത്ബോധനം എന്ന കവിത രചിച്ചതും സഹോദരൻ അയ്യപ്പനാണ്. അപ്പം ഇനി നമുക്ക് ജോഗ്രഫിയിലെ ഉത്തര മഹാസമതലം നോക്കാം. ഉത്തര മഹാസമതലം
അപ്പോൾ നമുക്ക് ഇനി കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ജോഗ്രഫി മാത്രമാണ്. ബാക്കിയെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടേത്. ഇനി നോക്കാം ഉത്തര മഹാസമതലം. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഹിമാലയത്തിൻ്റെ തെക്കുഭാഗത്ത് രൂപം കൊണ്ട സമതലമാണ് ഉത്തര മഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നിവ അറിയപ്പെടുന്ന സമതലമാണ് ഉത്തര മഹാസമതലം. ഉത്തര പർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലായിട്ട് ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലമാണ്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഉത്തര മഹാസമതലം ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം. ഇന്ത്യയുടെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത ഏറിയ ഭൂവിഭാഗമാണ്. റെയിൽ, റോഡ്, കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗമാണ്. ഉത്തര മഹാസമതലം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, അസം, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ. ഉത്തര മഹാസമതലത്തിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. വടക്ക് നിന്നും തെക്കോട്ട് ഉത്തര മഹാസമതലത്തിലെ 3 പ്രധാന മേഖലകളാണ് ഭാബർ, തെറായി, എക്കൽ സമതലങ്ങൾ പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ്. എക്കൽ സമതലം വീണ്ടും ഖാദർ, ബങ്കർ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ. ലോവർ ഗംഗ, ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ് ചണം കൃഷിക്ക് അനുയോജ്യമാണ്. പഞ്ചാബ്, ഹരിയാന സമതലത്തിലെ രൂപീകരണത്തിന് കാരണം സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ്. പഞ്ചാബ്, ഹരിയാന സമതല പ്രദേശത്തിലെ പ്രധാന വിളകൾ ഗോതമ്പ്, ചോളം, കരിമ്പ്. 2 നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ്. രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗം മരുസ്ഥലി ബാഗറാണ്. ജനവാസം തീരെ കുറഞ്ഞ പ്രദേശമാണ്. സമതലങ്ങൾ പുതുതായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണാണ് ഖാദർ. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഖാദർ. പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ബങ്കർ എന്നാണ്. ഉത്തര മഹാസമതലത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള പ്രദേശം ബങ്കറാണ്. ചുണ്ണാമ്പു കല്ലുകളാൽ സമൃദ്ധമായിട്ടുള്ള ബങ്കർ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ സമതലം പഞ്ചാബിൽ അറിയപ്പെടുന്നത് ബെറ്റ്. ബിയാസ്, രവി നദികൾക്കിടയിലുള്ള ഡോബ് ബാരി ഡോബാണ്. ബിയാസ്, സത്ലജ് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം ബിസ്ത് ഡോബ്. ചിനാബ്, രവി നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം രചന ഡോബ്. ചലം, ചിനാബ് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം സെച്ച് ഡോബ്. സിന്ധു, ചലം നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം സിന്ധു സാഗർ. നദികൾ മെനഞ്ഞെടുത്ത സമതലങ്ങളാണ് സമതലത്തിൻ്റെ പേര് രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ. പഞ്ചാബ്, ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും ചേർന്നിട്ട്. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ ലൂണി, സരസ്വതി നദികൾ. ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും. അസമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളും. ഇന്ത്യൻ മരുഭൂമി. ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് രാജസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് ഥാർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഥാർ മരുഭൂമി. ആരവല്ലി പർവ്വതനിരയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന മരുപ്രദേശമാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമി വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാന്, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. ഥാർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഥാർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് 150 മില്ലിമീറ്ററിൽ താഴെയാണ്. ഥാർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ, രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് ലൂണി, ഖങ്കർ, ഹക്ര. ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ്. അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണാണ് മരുഭൂമി മണ്ണ്. ഗംഗയും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലമാണ് ഗംഗാ സമതലം. ഗംഗാ സമതലത്തെ വീണ്ടും 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പർ ഗംഗാ സമതലം, മിഡിൽ ഗംഗാ സമതലം, ലോവർ ഗംഗാ സമതലം. ഗംഗാ സമതലത്തിന് കിഴക്കായി 720 കിലോമീറ്ററോളം ദൂരം വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ പ്രധാന വിളകൾ നെല്ല്, ചണം. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. രാജസ്ഥാനിലൂടെ ഥാർ മരുഭൂമിയിലൂടെയാണ് ഒഴുകുന്നത്. ഈ നദീവ്യൂഹത്തിൻ്റെ മഴക്കാലത്തെ മാത്രമാണ് നീരൊഴുക്ക് ഉള്ളത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ പ്രത്യക്ഷമാകുന്ന നദിയാണ് ലൂണി. ഇന്ത്യയിലെ ഒരേയൊരു കരബന്ധിത നദിയാണ് ലൂണി. ലൂണിയുടെ മറ്റൊരു പേര് സാൾട്ട് റിവർ എന്നാണ്, ലവണവാരി. ഗംഗാ സമതലത്തിൻ്റെ ലോവർ ഭാഗത്ത് രൂപം കൊണ്ടിട്ടുള്ള ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ് ഡെൽറ്റയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. ഗംഗാ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ടിട്ടുള്ള ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റയാണ്. ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ
ഡെൽറ്റയ്ക്ക് ഉദാഹരണമാണ്. സുന്ദർബൻസ് ഡെൽറ്റയിൽ കാണപ്പെടുന്ന ജീവികൾ റോയൽ ബംഗാൾ കടുവ, മുതല. സുന്ദർബൻസ് ഡെൽറ്റയെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചതുപ്പ് നിലയങ്ങളിൽ ജൈവ വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണ് പീറ്റ് മണ്ണാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായ മണ്ണിനം പീറ്റ് മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ നദി തണ്ണീർത്തടമാണ് സുന്ദർബൻസ്. സുന്ദർബൻസിന് തണ്ണീർത്തടമായി പ്രഖ്യാപിച്ചത് 2018 ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാങ്കിൻ്റെ ഭാഗമാണ് കേട്ടോ. ബാങ്കിൽ നമ്മൾ കുറച്ചെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി ഭാഗം കൂടി നോക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ കറണ്ട് ഫാക്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസുമായിട്ട് ചേർന്ന് പുതിയ ഓൺലൈൻ ടാക്സ് പേയ്മെൻറ്റ് സർവീസ് ആരംഭിച്ച ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആലുവയിലാണ്. സ്ഥാപിതമായ വർഷം 1931. ഇക്കോ ടൂറിസം സെൻറ്റർ, വനശ്രീ സോപ്പുകളിൽ വനശ്രീ യൂണിറ്റുകൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം ഉള്ള പണമിടപാടുകൾ ഡിജിറ്റൽ ശേഖരണം നടപ്പിലാക്കാൻ കേരള വനം വകുപ്പുമായിട്ട് സാധാരണ പത്രത്തിൽ ഒപ്പിട്ട ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യയിലൂടെ കാർഡ് ആരംഭിച്ച ബാങ്ക് ICICI ആണ്. ആദായ നികുതി വകുപ്പിൻ്റെ പുതിയ ഫില്ലിംഗ് പോർട്ടൽ പൂർണ്ണമായിട്ടും സംയോജിപ്പിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്കാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. ആസ്ഥാനം മുംബൈയാണ്. സ്ഥാപിതമായ വർഷം 2003. 2021-2022 വർഷത്തിൽ നബാർഡിൻ്റെ SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ലിങ്കേജ് അവാർഡിന് അർഹമായ ബാങ്ക് ഇന്ത്യൻ ബാങ്കാണ്. 2022 ലണ്ടനിൽ നടന്ന ഗ്ലോബൽ ബാങ്കിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യൻ വിഭാഗത്തിലുള്ള ബാങ്കേഴ്സ് ബാങ്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ബാങ്ക് കാനറ ബാങ്ക്. 2022 ഫസ്റ്റ് ടാപ്പ് എന്ന പേരിൽ സ്റ്റിക്കർ അടിസ്ഥാനമാക്കി ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് IDFC ഫസ്റ്റ് ബാങ്ക്. ഒന്നിച്ചിരിക്കാം ഊഞ്ഞാലാടാം എന്ന പരിപാടിയിലൂടെ ഒരേ സമയം 101 ഊഞ്ഞാലുകൾ ആടി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് 2016 ഏപ്രിൽ 1 നിലവിൽ വന്ന സ്ഥാപനമാണ് ബാങ്കേഴ്സ് ബോർഡ് ബ്യൂറോ. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ നിലവിൽ വന്നത്? PJ നായങ്ക് കമ്മിറ്റി. BBBയുടെ ആദ്യ ചെയർമാൻ വിനോദ് റായാണ്. നിലവിലെ ചെയർമാൻ ഭാനു പ്രതാപ് ശർമ്മയാണ്. ബാങ്ക് ഉപഭോക്താക്കൾക്ക് ബില്ല് നമ്പറിന് പകരം അവരുടെ ശബ്ദം ഉപയോഗിച്ച് അക്കൗണ്ട് ഉപയോഗിക്കാവുന്ന സംവിധാനം ആരംഭിച്ച ബാങ്കാണ് സിറ്റി ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ 2 EMV ചിപ്പ് ഡെബിറ്റ് കം ക്രെഡിറ്റ് കാർഡ് അവതരിച്ച ബാങ്കാണ് ഇൻഡ് ബാങ്ക്. ബാറ്ററി പവേർഡ് ഇൻ്ററാക്റ്റീവ് പേയ്മെൻറ്റ് കാർഡ് ആദ്യമായി അവതരിപ്പിച്ച ബാങ്കാണ് ഇൻഡസ്ലാൻഡ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കറണ്ട് അക്കൗണ്ട് തുടങ്ങുവാനുള്ള സംവിധാനം ആരംഭിച്ച ബാങ്ക് ഇൻഡസ്ലാൻഡ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ ഇൻ്ററാക്റ്റീവ് ക്രെഡിറ്റ് കാർഡ് വിത്ത് ബട്ടൺ പുറത്തിറക്കിയ ബാങ്കാണ് ഇൻഡസ്ലാൻഡ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യമായി റീസൈക്കിൾഡ് PVC പ്ലാസ്റ്റിക്കിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് നിർമ്മിച്ച ബാങ്കാണ് HSBC. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ KYC സംവിധാനം ആരംഭിച്ച ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വോയിസ് ബോട്ട് വികസിപ്പിച്ച ബാങ്കാണ് കൊട്ടക് മഹീന്ദ്ര. കേയ എന്നാണ് വോയിസ് ബോട്ടിൻ്റെ പേര്. ആക്സിസ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ബയോഡിഗ്രേഡബിൾ കാർഡുകൾ ആരംഭിച്ച ബാങ്ക് ആക്സ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ വോയിസ് ബോട്ട് ആരംഭിച്ച ബാങ്ക്. വർഷം തോറും 1000ഓളം പേർക്ക് തൊഴിൽ നൽകുന്നതിനായി ജിഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സംരംഭം ആരംഭിച്ച ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി മൈക്രോ ATM വഴിയുള്ള ആധാർ അധിഷ്ഠിത പണമിടപാടുകൾക്ക് ഐറിസ് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ആരംഭിച്ച ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി കോൺട്രാക്ട് ഓപ്പൺ ലൂപ്പ് മെട്രോ കാർഡ് വികസിപ്പിച്ച ബാങ്ക്. അൾട്ടിമേറ്റ് സാലറി പാക്കേജ് നടപ്പിലാക്കുന്നതിനായി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ധാരണയിൽ ഏർപ്പെട്ട ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് റോബോട്ടാണ് ലക്ഷ്മി. ചെന്നൈയിലാണ്. നിർമ്മിച്ചത് സിറ്റി യൂണിയൻ ബാങ്കാണ്. വിദേശത്ത് ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. ATM സൗകര്യത്തോടു കൂടി കമ്പ്യൂട്ടർവൽകൃത ശാഖ ആരംഭിച്ച ആദ്യ പൊതുമേഖലാ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്കാണ് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് പൊതുമേഖലാ ബാങ്കിൻ്റെ ആസ്ഥാന മന്ദിരമാണ് മുംബൈയിൽ 1921 മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്തത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാൽ ബാങ്ക് സ്ഥാപിതമായത് 1919 നവംബർ 11-നാണ്. RBIയുടെ EMV മാൻഡേറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ ബാങ്കാണ് കാനറ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് കാനറ ബാങ്കാണ്. ഫോർബ്സിൻ്റെ ദ വേൾഡ് ബെസ്റ്റ് ബാങ്ക് 2019 ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് HDFC ആണ്. ഇന്ത്യയിലെ പ്രമുഖ ഭവന വായ്പ സ്ഥാപനമായ HDFC ലിമിറ്റഡിൻ്റെ 1.75 കോടി ഓഹരികൾ സ്വന്തമാക്കിയ വിദേശ ബാങ്കാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന.
ലോകത്തിലാദ്യമായി നെഗറ്റീവ് പലിശ നിരക്കിൽ ഭവന വായ്പ ആരംഭിച്ച ബാങ്കാണ് ജിസ്കെ ബാങ്ക്, ഡെൻമാർക്ക്. ഇന്ത്യൻ റൂപേ കാർഡ് പേയ്മെൻറ്റ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യമാണ് UAE. 2020 ജനുവരിയിൽ ശ്രീലങ്കയിൽ പ്രവർത്തനം അവസാനിച്ച ഇന്ത്യൻ ബാങ്കുകൾ ICICI, ആക്സിസ് ബാങ്ക്. ഇന്ത്യയുടെ ആദ്യ നമ്പറില്ലാത്ത പേയ്മെൻറ്റ് കാർഡ് ഫാം കാർഡാണ് വികസിപ്പിച്ചത് ഫാംപേ. വികലമായ മൂലധന നിക്ഷേപങ്ങളിലൂടെ തകർച്ചയുടെ വക്കിലെത്തിയ യെസ് ബാങ്കിനെ പുനരുദ്ധരിക്കുവാനായി RBIയും കേന്ദ്ര സർക്കാരും തീരുമാനിച്ചു. യെസ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 2004. ആസ്ഥാനം മുംബൈ. യെസ് ബാങ്കിനെ സംരക്ഷിക്കുവാൻ നടപടികളുമായി ഭാഗമായി ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു മാസം പിൻവലിക്കാവുന്ന പരമാവധി തുക 5000 രൂപയാണ്. ബാങ്കിംഗ് രംഗത്തെ നൂതന പ്രവണതകൾ. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിംഗ്. ബാങ്കിംഗ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായം ആവശ്യമില്ലാതെ ഇടപാടുകൾ നടത്താൻ ബാങ്ക് ഒരുക്കുന്ന സൗകര്യമാണ് ഇലക്ട്രോണിക് ബാങ്കിംഗ്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിലുള്ള ക്രമീകരിച്ചിട്ടുള്ള സൗകര്യമാണ് കോർ ബാങ്കിംഗ്. ഓർത്തിരിക്കാം, ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയ ബാങ്ക് SBI ആണ്. ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, ടെലി ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എന്നിവയെല്ലാം ഒരു കുടകീഴിൽ കൊണ്ടുവരുന്നതാണ് കോർ ബാങ്കിംഗ്. വീട്ടിൽ നിന്നു തന്നെ ലോകത്തെവിടെയും പണം അയക്കുവാനും ബില്ലിൽ അടക്കുവാനും കഴിയുന്നതാണ് നെറ്റ് ബാങ്കിംഗ്. ബാഡ് ബാങ്കിംഗ്, നിയോ ബാങ്ക്. ബാങ്കുകളിൽ നിന്നും കിട്ടാക്കടം അല്ലെങ്കിൽ നിഷ്ക്രിയ ആസ്തികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി സ്ഥാപിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് ബാഡ് ബാങ്ക്. കേന്ദ്ര സർക്കാർ രൂപവൽക്കരിക്കപ്പെടുന്ന നിർദ്ദിഷ്ട ബാഡ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി നിയമിതനായ മലയാളി പത്മകുമാർ M. നായരാണ്. പ്രത്യേക ശാഖകളില്ലാതെ തികച്ചും ഓൺലൈനായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ബാങ്കുകൾ അറിയപ്പെടുന്നത് നിയോ ബാങ്കുകൾ. കേരളത്തിലെ ആദ്യ നിയോ ബാങ്കാണ് എയ്സ് മണി ന്യൂ ബാങ്ക്. ഇനി അടുത്തതായിട്ട് മലയാളത്തിലെ ശൈലികളാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മലയാളത്തിലെ കുറച്ച് ശൈലികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ 60 ദിവസത്തിൻ്റെ ഭാഗത്തും ഇന്നത്തെ ടൈം ടേബിളിൽ നമുക്ക് ശൈലികളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗം ഒന്ന് നോക്കാം. ശൈലികൾ: ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി, വിചാരിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. മുട്ടുശാന്തി, താൽക്കാലിക പരിഹാരം. മുട്ടുശാന്തി എന്ന് പറഞ്ഞത് താൽക്കാലിക പരിഹാരത്തിനാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ, ബാല്യകാല ശീലം മരണം വരെ നിലനിൽക്കുക. ആനവായിൽ അമ്പഴങ്ങ, ചെറിയ നേട്ടം ധാരാളം വേണ്ടിടത്ത് അല്പം മാത്രം. കാക്കപ്പൊന്ന്, വിലകെട്ട വസ്തുവാണ്. ശവത്തിൽ കുത്തുക, അവശനെ ഉപദ്രവിക്കുക. ഗതാനുഗതിന്യായം, അനുകരണശീലം. കൂപമണ്ഡൂകം, അല്പജ്ഞൻ, ലോകപരിചയമില്ലാത്തവൻ. തൃശങ്കു, സ്വർഗം, അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥ. വേലി തന്നെ വിളവു തിന്നുക, സൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക. കേമ ദ്രുമയോഗം, വലിയ ദൗർഭാഗ്യം, ആനച്ചന്തം, ആകെപ്പാടെയുള്ള അഴക്. കരിങ്കാലി, വർഗവഞ്ചകൻ, ആനമുട്ട, ഇല്ലാത്ത വസ്തു. കോടാലി, ഉപദ്രവകാരി. അഴകിയ രാവണൻ, പച്ച ശൃംഗാരി, പൊങ്ങച്ചക്കാരൻ. ഇരയിട്ടു മീൻ പിടിക്കുക, അധിക ലാഭം നേടാൻ അല്പം ചെലവ് ചെയ്യുക. കടുവയെ കിടുവ പിടിക്കുക, ബലവാന്മാരെ ദുർബലർ തോൽപ്പിക്കുക. ആളുവില, കല്ലുവില, ആളിൻ്റെ പദവിക്ക് സ്ഥാനം. കരതലാമലകം, വളരെ വ്യക്തമായത്. കഞ്ഞിയിൽ പാറ്റ വീഴുക, ഉപജീവന മാർഗം മുട്ടുക. കതിരിന്മേൽ വളം വയ്ക്കുക, സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുക. ഇരുട്ടടി, അപ്രതീക്ഷിതമായിട്ടുള്ള ഉപദ്രവം. വെളിച്ചപ്പാട് തുള്ളുക, വിരളി പിടിക്കുക. മുടന്തൻ ന്യായം, ദുർബലമായ സമാധാനം. പൂച്ചയ്ക്ക് മണി കെട്ടുക, അവിവേകമായ ഉദ്യമം. അഗ്നിപരീക്ഷ, അതീവ ക്ലേശകരമായിട്ടുള്ള പരീക്ഷണം. ആചന്ദ്രതാരം, എക്കാലവും. എട്ടിലെ പശു, പ്രയോജനശൂന്യം. ഇരട്ടത്താപ്പ്, പക്ഷപാതം. എണ്ണിച്ചുട്ട അപ്പം, പരിമിത വസ്തു. ഒറ്റമൂലി, അറ്റകൈ. ഏഴാം കൂലി, ഏറ്റവും നിസ്സാരം. കടലാസുപുലി, നിസ്സാരനായ വ്യക്തി. വെറുതെ പേടിപ്പിക്കുക, കറവപ്പശു. കടലാസുപുലി, നിസാരനായ വ്യക്തി അല്ലെങ്കിൽ വെറുതെ പേടിപ്പിക്കുക. കറവപ്പശു, ലാഭകരമായ വസ്തു. ധൃതരാഷ്ട്രാലിംഗനം, ഉള്ളിൽ പകവെച്ച് സ്നേഹപ്രകടനം. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക, പ്രയോജനരഹിതമായ തൽക്കാല പരിഹാരം കാണുക. സുഗ്രീവാജ്ഞ, നീക്കുപോക്കില്ലാത്തത്. ഭഗീരഥ പ്രയത്നം, സ്വദേശമായിട്ടുള്ള കഠിന പ്രയത്നം. നെല്ലിപ്പടി കാണുക, നെല്ലിപ്പലക കാണുക, അടിസ്ഥാനം വരെ ചെല്ലുക. രാഹുകാലം, അമംഗളവേള. അക്ഷയപാത്രം, വിഭവങ്ങൾ ഒടുങ്ങാത്തത്. താപ്പാന, പരിചയസമ്പന്നൻ, അപാര കഴിവുള്ളവൻ. ഇലവ് കാത്ത കിളി, ഫലമില്ലാത്ത കാത്തിരിപ്പ്. അടുത്തത് കുറച്ച് ഫ്രൈസൽ വെർബാണ്. ഇംഗ്ലീഷിൽ കുറച്ച് ഫ്രൈസൽ വെർബാണ് കേട്ടോ. ഫ്രൈസൽ വെർബ് നമുക്കൊന്ന് നോക്കാം.
അപ്പം ഇന്നത്തെ ടോപ്പിക്കിലും നമുക്ക് ഫ്രൈസൽ വെർബാണ് കേട്ടോ. അബെയ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ഓർ ഒബേ ആണ് കേട്ടോ. റെസ്പെക്റ്റ് ഓർ ഒബേ ആണ്. ദ ലോ, എ ഡിസിഷൻ, എ റൂള്. അപ്പം അബെയ്ഡ് ബൈ റെസ്പെക്റ്റ് ഓർ ഒബേ. അക്കൗണ്ട് ഫോർ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ, ഗിവ് എ റീസൺ. അക്കൗണ്ട് ഫോർ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ, ഗിവ് എ റീസൺ. ഇനി അഗ്രി വിത്ത് ആണെങ്കിൽ ഹാവ് ദ സെയിം ഒപ്പീനിയൻ ആസ് സംബഡി എൽസ്. അഗ്രി വിത്ത് ഹാവ് ദ സെയിം ഒപ്പീനിയൻ ആസ് സംബഡി എൽസ്. ബാക്ക് എവേ ആണെങ്കിൽ മൂവ് ബാക്ക്വേർഡ്സ് ഇൻ ഫിയർ ഓർ ഡിസ്ലൈക്ക്. അപ്പം മൂവ് ബാക്ക്വേർഡ്സ് ഇൻ ഫിയർ ഓഫ് ഡിസ്ലൈക്ക്, ബാക്ക് എവേ. ഈ ബിയർ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെയർ ഡൗൺ എന്ന് പറഞ്ഞാൽ ഓവർകം ഡിഫീറ്റാണ്. ഓവർകം ചെയ്യുക. അപ്പം ഡിഫീറ്റാണ് എന്ത്? ബിയർ ഡൗൺ. ബിയർ ഓൺ അപ്പോൺ എന്ന് പറഞ്ഞാൽ റിലേറ്റ് ടു, ബി റെലവൻറ്റ് ടു. ബിയർ ഔട്ട് ആണെങ്കിൽ ടു കൺഫേം സപ്പോർട്ടാണ്. ബ്ലോ അപ്പ് ആണെങ്കിൽ ടു ഡിസ്ട്രോയ് ബൈ ആൻ എക്സ്പ്ലോഷൻ. ഇൻഫ്ലാറ്റ് വിത്ത് എയർ ഓർ ഗ്യാസ്. ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ലോസ് കൺട്രോൾ. ബ്രേക്ക് ഇൻ ടു അല്ലെങ്കിൽ എൻ്റർ ബൈ ഫോഴ്സ്. ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ സ്റ്റാർട്ട് സഡൻലി. ബ്രേക്ക് അപ്പ് ആണെങ്കിൽ കം ടു ആൻ എൻഡ്. ബ്രിങ് ഔട്ട് കോസ് ടു ഹാപ്പൻ. ബ്രിങ് ബാക്ക് റിട്ടേൺ. ബ്രിങ് ഡൗൺ റെഡ്യൂസ്. ബ്രിങ് ഫോർത്ത് പ്രൊഡ്യൂസ് ആണ്. ബ്രിങ് ഇൻ ഇൻട്രൊഡ്യൂസ്, ഈൽഡ് അല്ലെങ്കിൽ ഏൺ കേട്ടോ. ഇനി ബ്രിങ് ഔട്ട് ടു അപ്പിയർ, പബ്ലിഷ്, പ്രൊഡ്യൂസ്. ഇനി ബ്രിങ് ത്രൂ ആണെങ്കിൽ സേവ്. ബ്രിങ് അണ്ടർ ഡിഫീറ്റ്. കാൾ ബൈ, ടു വിസിറ്റ് ബ്രീഫ്ലി. ഇനി കാൾ ഫോർ ഡിമാൻഡ്, ടു റിക്വയർ അല്ലെങ്കിൽ ഡിമാൻഡ്. കാൾ ഇൻ സെൻഡ് ഫോർ. കാൾ ഓഫ് ക്യാൻസൽ. കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ് ആണ്. കാൾ ഓൺ ആണെങ്കിൽ വിസിറ്റ് എ പേഴ്സൺ ആണ്. ഇനി രണ്ടിലും ഓൺ ഉണ്ട്. കാൾ ഔട്ട് ടു ക്രൈ, ഷൗട്ട് ഫോർ ഹെൽപ്പ്. കാൾ അപ്പോൺ അപ്പീൽ. അപ്പോൺ എന്ന് പറയുമ്പോൾ അപ്പീൽ. ഇനി ക്യാരി ഓഫ് ടു വിൻ. ക്യാരി ഓൺ കണ്ടിന്യൂ. ക്യാരി ഔട്ട് ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ക്യാരി ത്രൂ, ടു ഹെൽപ്പ്, കംപ്ലീറ്റ്, ഫുൾഫില്ല്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളത്തെ ക്ലാസ്സുമായി നാളെ കാണാം. അതുവരെ താങ്ക് യു. അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യം മറക്കല്ലേ, ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ എന്തെങ്കിലും കുറിച്ചിടാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാരണങ്ങളാൽ കൊണ്ടാണ് നമ്മളുടെ വീഡിയോസ് ഇങ്ങനെ ആളുകളിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ താങ്ക് യു.